ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഴ ദിവസമാണല്ലേ, ഞായറാഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ 3:15 എണീക്കേണ്ടി വന്നു കേട്ടോ. ആമിക്കുട്ടി ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി. ഇന്ന് 3 മണിയായപ്പോഴേക്കും എണീറ്റ് ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിക്ക് പാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഒരു ചെറിയ ചക്കടയുടെ പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗും ബ്രെഡാണ് കേട്ടോ. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അമ്മ ബ്രെഡ് കഴിക്കില്ല, അപ്പോൾ അമ്മയ്ക്ക് കഞ്ഞിയും ബാക്കിയുള്ള ചോറ് ഊറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇത് വഴുതനങ്ങ അടുക്കള തോട്ടത്തേക്കുള്ള വിത്തിന് വേണ്ടി അടുപ്പിൻ്റെ സൈഡിൽ വെച്ചായിരുന്നതാണ്, ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ബീഫാണ് കേട്ടോ. ഇങ്ങനെ തിന്നായിട്ടുള്ള ചക്കടയാണ് എനിക്കിഷ്ടം, അത് തന്നെയാണ് തിന്നായിട്ട് ഉണ്ടാക്കിയിരിക്കണേ. ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ അമ്മ ബീഫൊന്നും കഴിക്കില്ല. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഐസ്ക്രീം ബോക്സിൽ കുറച്ച് ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാൽ വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് അതെടുത്ത് മാങ്ങയ്ക്കിട്ട് നാളികേരം പാലിൽ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തിന്നായിട്ടിരിക്കുന്ന ചക്കട കഴിക്കാൻ എല്ലാ അടകളും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക, തിന്നായിട്ട് കേട്ടോ. എനിക്കതാ ഇഷ്ടം. അപ്പോൾ ചേട്ടൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ചേട്ടൻ 2-3 ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 കഴിച്ചു, ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 3 മണിക്ക് എണീറ്റ് കാരണം എനിക്ക് നേരമൊക്കെ വിശന്നു, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ബീഫൊക്കെ കഴുകി കുക്കറിലാക്കിയിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഒക്കെ ഇട്ട് അതിനെ കൂട്ടിപ്പരട്ടി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചൂടുവെള്ളം വേണം. അതാണ് ആ കാലത്തിൽ ആളി കത്തിക്കുണ്ടായിരുന്ന അടുപ്പിൽ വിറകൊക്കെ വെച്ചിട്ട്. എനിക്കും അച്ചൂസിനും മഴ താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ ചൂടുവെള്ളം വേണം കേട്ടോ. ചേട്ടനും അമ്മും ഒക്കെ പച്ചവെള്ളത്തിൽ കുളിച്ച് റെഡി ആയിക്കോളും. ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ചൂടുവെള്ളം വേണം. അതിനിടയ്ക്ക് ചേട്ടൻ കാറൊക്കെ എടുത്തു. അച്ചൂസിനെ അവിടെ വഴക്ക് പറയുന്നുണ്ട്, അവൻ റെഡി ആയിട്ടില്ല. അമ്മൂസ് റെഡിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ആമിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. ആമിക്കുട്ടീനെ ഇന്ന് പള്ളിയിൽ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ചു. അമ്മാമ്മ ഉള്ള കാരണം അമ്മാമ്മയുടെ അടുത്താക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഇരുട്ടൂത്തി മഴ വരണേ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും നല്ല അടിപൊളി മഴയായിരുന്നു. ആമിക്കുട്ടി ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഡയപ്പറൊക്കെ മാറ്റി കളഞ്ഞ് ഒരു ഷീറ്റ് ഇട്ട് കൊടുത്ത് പഴയൊരു തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൂത്രമൊഴിക്കണ ശീലമൊക്കെ കുറഞ്ഞ് വരികയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോഴേക്കും ആമിക്കുട്ടിയുടെ സന്തോഷം കണ്ട. ഞങ്ങളിങ്ങനെ കൊണ്ടുപോകാണ്ട് പോയാലൊന്നും ആമിക്കുട്ടിക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ. അത് ആമിക്കുട്ടി അമ്മാമ്മയുടെ അടുത്ത് സന്തോഷമായിട്ട് ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല.